അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഷെയ്ഖ് അലി ഇബ്നുൽ മുവഫിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ 60ാമത്തെ ഹജ്ജിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മക്കയിലിരിക്കുകയാണ്. 60 ഹജ്ജ് ചെയ്തത് സ്വീകാര്യമായിരിക്കുമോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. ആ ഇരുത്തത്തിൽ ഞാനൊന്ന് മയങ്ങിപ്പോയി. ഉടനെ ഇങ്ങനെയൊരു ദർശനമുണ്ടായി. ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, അല്ലയോ ഇബ്നു മുവഫിഖേ, താങ്കളുടെ വീട്ടിലേക്ക് താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ താങ്കൾ ക്ഷണിച്ചു വരുത്തുമോ? ഇല്ല എന്ന് ഞാൻ പ്രതിവചിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഭവനമാണ് കഅബ. ഇവിടെ ഹജ്ജിന് വന്ന് ചേരുന്നവരെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്ഷണിച്ചു വരുത്തിയതാണ്. ക്ഷണം കിട്ടാത്തവരാരും ഇവിടെ വരികയില്ല. അള്ളാഹു തൻ്റെ ഭവനത്തിലേക്ക് താൻ ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. അവർക്ക് മാത്രമേ ഹജ്ജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അദ്ദേഹം ഈ ആശയം വരുന്ന ഒരു ബൈത്ത് പാടി. അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ടവരെ കഅബയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. ഇഷ്ടപ്പെടാത്തവരെയൊന്നും ക്ഷണിച്ചിട്ടില്ല. ക്ഷണം കിട്ടിയവർ മഹത്വത്തോടെ വന്നു ചേരുന്നു. ക്ഷണിച്ചവനും ക്ഷണം സ്വീകരിച്ചവനും ഉന്നതർ തന്നെ. അവർക്ക് സ്വാഗതം. ഷെയ്ഖ് ഇബ്നു മുവഫിഖ് പറയുന്നു, പിന്നെ ഞാൻ ആ ദർശനത്തിൽ നിന്ന് മുക്തനായി. എൻ്റെ കർണപുടങ്ങളിൽ പ്രസ്തുത ഈരടികൾ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ എല്ലാ അസ്വാസ്ഥ്യങ്ങളും നീങ്ങുകയും കണ്ണും കരളും കുളിർക്കുകയും ചെയ്തു. ഷെയ്ഖ് അലി ഇബ്നു മുവഫിഖ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു കഥ. ഞാനൊരിക്കൽ സംസം കിണറിൻ്റെ അരികെ ഇരിക്കുകയായിരുന്നു. പലരും വന്ന് വെള്ളം കോരി കുടിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ തേജസ്വിയായ ഒരു വൃദ്ധൻ എൻ്റെ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു. നീണ്ടു സമൃദ്ധമായി തൂങ്ങിക്കിടക്കുന്ന വെള്ളത്താടി, തലയിൽ തലപ്പാവും തൊപ്പിയും, അവക്കിടയിൽ നിന്ന് തെറിച്ചു നിൽക്കുന്ന നരച്ച മുടിച്ചുരുളുകൾ, കൺപുരികം പോലും നരച്ചിട്ടുണ്ട്. കണ്ണുകൾ കറുത്തു തിളങ്ങുന്നു. മുഖം ചന്ദ്രനെ പോലെ മിന്നുന്നു. അദ്ദേഹം സംസം കിണറിനടുത്ത് വന്ന് തൊട്ടിയെടുത്ത് വെള്ളം കോരാൻ ശ്രമിച്ചു. ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ ചെന്നു. തൊട്ടി വാങ്ങി വെള്ളം കോരിക്കൊടുത്തു. അദ്ദേഹം അതിൽ നിന്ന് കുടിച്ചു. ബാക്കിയുള്ളതിൽ അല്പം ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ കോരിത്തെരിച്ചു പോയി. നല്ല തേന്! എന്തൊരു മധുരം! എന്തൊരു ആസ്വാദ്യത! പിറ്റേന്നും ആ മഹാനെ ഞാൻ സംസം കിണറിൻ്റെ അരികെ വെച്ച് കണ്ടു. വെള്ളം കോരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ചെന്ന് ബക്കറ്റ് വാങ്ങി കോരിക്കൊടുത്തു. അദ്ദേഹം കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ കുടിച്ചു. നല്ല മധുരമുള്ള പാല്! എൻ്റെ അത്ഭുതം ശതഗുണീഭവിച്ചു. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹം നേരെ പോയത് ഹറമിൽ അല്പം അകലെ പ്രത്യേകമായി കെട്ടിയുണ്ടാക്കിയ ഒരു തമ്പിലേക്കാണ്. ഞാൻ പിന്തുടരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. അദ്ദേഹം തമ്പിൽ കടന്നു.
ഞാൻ പ്രവേശന കവാടത്തിൽ അനുമതിക്ക് വേണ്ടി കാത്തു നിന്നു. അദ്ദേഹം ചോദിച്ചു, എന്ത് വേണം? ഞാൻ അപേക്ഷിച്ചു, എനിക്ക് പ്രവേശനാനുമതി നൽകണം. കടന്നുകൊള്ളൂ, അദ്ദേഹം പറഞ്ഞു. ഞാൻ ഉള്ളിൽ കടന്നു. അവിടെ 14 ഫക്കീർമാരുണ്ടായിരുന്നു. നമ്മുടെ കഥാപുരുഷനായ വൃദ്ധൻ്റെ സുഹൃത്തുക്കളാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി. പിന്നിയ രോമവസ്ത്രങ്ങൾ ധരിച്ച ഫക്കീർമാർ എന്നെ തുറിച്ചു നോക്കി. വൃദ്ധൻ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്കെന്തെങ്കിലും ഉപദേശം തരണം. ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, മോഹങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നീ ഇന്നു മുതൽ എൻ്റെ ശിഷ്യൻ തന്നെ. മോഹങ്ങൾക്ക് കീഴടങ്ങുന്ന നിമിഷം നീ എൻ്റെ ശിഷ്യനല്ലാതായി തീരുകയും ചെയ്യും. ഞാൻ ചോദിച്ചു, അങ്ങയുടെ കൂടെ ജീവിക്കാൻ എന്നെ അനുവദിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അത് അനുവദിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ റിജാലുൽ ഗൈബിൽപ്പെട്ടവരാണ്. ഞങ്ങളെ അനുഗമിക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. എങ്കിലും ആ പദവി താങ്കൾക്കും ആർജിക്കാൻ കഴിയും. അതിനുള്ള ഉപദേശമാണ് ഞാൻ തന്നിട്ടുള്ളത്. അത് ജീവിതത്തിൽ പകർത്തി മുന്നേറിക്കൊള്ളുക. ഞാൻ സലാം പറഞ്ഞു പിരിഞ്ഞു. പിറ്റേന്നും ഞാൻ സംസം കിണറിനരികിൽ ആ മഹാനെ കാത്തിരുന്നു. അദ്ദേഹം വന്നില്ല. ഞാൻ ആ തമ്പിൽ ചെന്ന് നോക്കി. അവിടെ ആ തമ്പ് തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നിരുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, ഇവിടെ ഉണ്ടായിരുന്ന തമ്പ് ആരാണ് പൊളിച്ചത്? അയാൾ പറഞ്ഞു, തമ്പോ? എന്ത് തമ്പ്? ഇവിടെ തമ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാം അദൃശ്യ പുരുഷന്മാരുടെ മായാവിലാസമായിരുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.